സ്വന്തം ശരീരത്തിലെയും പ്രപഞ്ച പ്രതിഭാസങ്ങളിലെയും ദൃഷ്ടാന്തങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഇവയൊന്നും യാദൃശ്ചികമായി ഉണ്ടാകില്ല എന്ന സത്യം ഉൾക്കൊണ്ടൊരു സ്രഷ്ടാവിനെ അംഗീകരിക്കാതിരുന്ന നിരീശ്വരവാദികളും ദൈവവിശ്വാസത്തിന്റെയും മതവിശ്വാസത്തിന്റെയും കാര്യത്തിൽ യുക്തിക്കും ബുദ്ധിക്കും യാതൊരു സ്ഥാനവുമില്ല എന്ന് നിർദ്ദേശിക്കുന്ന മതവിശ്വാസികളും യുക്തിയോടും ബുദ്ധിയോടും അനീതി പ്രവർത്തിക്കുന്നു. എന്നാൽ പ്രപഞ്ചത്തിലേക്കും പ്രപഞ്ചത്തിലെ നെബുലകളിലേക്കും നക്ഷത്രങ്ങളിലേക്കും അതിന്റെ ചലനങ്ങളിലേക്കും രാപ്പകലുകൾ മാറി മാറി വരുന്നതിലേക്കും കാറ്റിലേക്കും അതിന്റെ ഗതിയിലേക്കും മേഘങ്ങളിലേക്കും അതിന്റെ രൂപീകരണത്തിലേക്കും മനുഷ്യരുടെയും ജീവജാലങ്ങളുടെയും ശരീരത്തിലേക്കുമെല്ലാം നമ്മുടെ ശ്രദ്ധ തിരിച്ചുവിട്ടുകൊണ്ട് ഇന്ന ഫീ ദാലിക ലായത്തൻ ലിഖൗമിൻ യതഫക്കറൂൻ, ചിന്തിക്കുന്ന ജനതയ്ക്ക് ഇതിലെല്ലാം ദൃഷ്ടാന്തമുണ്ട്, അതുകൊണ്ട് ഇതിൽ നിന്നും സട്ടാവിനെ മനസ്സിലാക്കണമെന്ന് ഉത്ബോധിപ്പിക്കുക വഴി ഇസ്ലാം ചിന്തയോടും ബുദ്ധിയോടും നീതി പ്രവർത്തിക്കുന്നു. ദൈവത്തോട് അടുക്കാനായിട്ട് സന്യാസവും ബ്രഹ്മചര്യവും എല്ലാം സ്വീകരിക്കണമെന്നും ഘോരമായ വനങ്ങളിലും പർവ്വതങ്ങളിലും പോയി തപസ്സിരിക്കണമെന്നും വിവാഹവും കുടുംബ ബന്ധങ്ങളും ഉപേക്ഷിക്കണമെന്നും ദൈവാനുഗ്രഹമായി ലഭിച്ച വിഭവങ്ങൾ ഉപയോഗിക്കരുതെന്നെല്ലാം ഉത്ബോധിപ്പിക്കുന്ന മതങ്ങളും മദ്യമാണെങ്കിലും ലഹരി പദാർത്ഥങ്ങളാണെങ്കിലും അടിച്ചു പൊളിച്ച് ജീവിക്കുക മാത്രമാണ് ജീവിത ലക്ഷ്യമെന്ന് ഉത്ബോധിപ്പിക്കുന്ന ഭൗതികവാദികളും മനുഷ്യ ശരീരത്തോട് അനീതി പ്രവർത്തിക്കുന്നു. എന്നാൽ ശരീരത്തിന് ദോഷം വരാത്ത എല്ലാ വസ്തുക്കളും നിങ്ങൾക്ക് ഉപയോഗിക്കാമെന്നും മിതത്വം പാലിക്കണം, ധാരാളിത്തം ഉണ്ടാകരുത്, ഇഹലോക ചിന്തയാൽ പരലോകത്തെയോ പരലോക ചിന്തയാൽ ഇഹലോകത്തെയോ വിസ്മരിക്കരുതെന്നും സ്വന്തത്തോടും സൃഷ്ടാവിനോടും കുടുംബത്തോടും ബാധ്യതയുണ്ട് എന്ന് ഉത്ബോധിപ്പിക്കുക വഴി ഇസ്ലാം മനുഷ്യ ശരീരത്തോട് നീതി പുലർത്തുന്നു. കുത്തക സൃഷ്ടിക്കുകയും സമ്പത്ത് വാരി കൂട്ടുകയും ചെയ്യുന്നതാണ് മനുഷ്യന്റെ പരമോന്നത ലക്ഷ്യമെന്നും ആ ലക്ഷ്യ സാക്ഷാത്കാരത്തിന് വേണ്ടി എന്ത് അതിക്രമങ്ങളും ചെയ്താൽ കുറ്റമില്ല എന്ന് വാദിക്കുന്ന പാശ്ചാത്യ മുതലാളിത്ത വർഗവും സമ്പത്ത് മുഴുവനും രാഷ്ട്രത്തിൻ്റെതാണെന്നും തൊഴിലാളി വർഗം മാത്രമാണ് അതിന്റെ അവകാശികളെന്ന് ഉത്ബോധിപ്പിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും സമ്പദ് വ്യവസ്ഥയോട് അനീതി പ്രവർത്തിക്കുന്നു. എന്നാൽ സത്യത്തിലൂടെ, നീതിയിലൂടെ, ധർമ്മത്തിലൂടെ ജനങ്ങളെ ചൂഷണം ചെയ്യാതെ അടിച്ചമർത്താതെ തൊഴിലാളികൾക്ക് അവരുടെ അവകാശം നൽകിക്കൊണ്ട് സമ്പത്ത് സമ്പാദിക്കാമെന്നും അങ്ങനെ സമ്പാദിക്കുന്ന സമ്പത്തിന്റെ പോലും പൂർണ്ണ ഉടമ സൃഷ്ടാവാണെന്നും അതുകൊണ്ട് അതിൽ നിന്നും നിശ്ചിതമായ ഒരു ശതമാനം നിർബന്ധമായും അല്ലാത്തതുമായ ദാനധർമ്മങ്ങൾക്ക് നീക്കിവെക്കണമെന്ന് ഉത്ബോധിപ്പിക്കുക വഴി ഇസ്ലാം സമ്പദ് വ്യവസ്ഥയോട് നീതി പുലർത്തുന്നു. ഒരു വ്യക്തിയുടെ ഇഷ്ടാനിഷ്ടങ്ങൾ മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കുവാൻ അയാൾക്ക് പൂർണ്ണമായ അവകാശമുണ്ടെന്ന് വാദിക്കുന്ന ഏകാധിപത്യവാദികളും സ്വർഗ ലൈംഗിക ബന്ധങ്ങളാണെങ്കിലും കുത്തഴിഞ്ഞ ലൈംഗിക ബന്ധങ്ങളാണെങ്കിലും മദ്യമാണെങ്കിലും നഗ്നതാ പ്രദർശനമാണെങ്കിലും ഭൂരിപക്ഷം ജനങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നടപ്പാക്കുവാൻ അവകാശമുള്ള കുത്തഴിഞ്ഞ ജനാധിപത്യ സമ്പ്രദായമാണ് വേണ്ടതെന്ന് വാദിക്കുന്ന ജനാധിപത്യവാദികളും തൊഴിലാളി വർഗാധിപത്യമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏകാധിപത്യ ഭരണമാണ് വേണ്ടതെന്ന് വാദിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരും ഒരു വർഗത്തിന് മറ്റു വർഗത്തെ അടിച്ചമർത്തുവാൻ അവകാശമുണ്ടെന്ന് വാദിക്കുന്ന വർഗീയവാദികളും രാഷ്ട്ര സംവിധാനത്തോട് അതിക്രമം പ്രവർത്തിക്കുന്നു. എന്നാൽ ജനങ്ങളെ ചൂഷണം ചെയ്യാത്ത, അവരോട് നീതിയോടുകൂടി പെരുമാറുന്ന ഭരണാധികാരിയാണ് ഒരു തണലും ലഭിക്കാത്ത പരലോകത്ത് തണൽ ലഭിക്കുന്ന 7 വിഭാഗത്തിൽ ഒരു വിഭാഗമെന്നും ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന അടിച്ചമർത്തുന്ന ഭരണാധികാരികൾ നരകത്തിലാണെന്നും ക്രൂരനായ ഭരണാധികാരിയുടെ മുഖത്ത് നോക്കി സത്യം വെട്ടിത്തുറന്ന് പറയുന്നതാണ് ജിഹാദ് എന്നും ഉത്ബോധിപ്പിക്കുന്ന ഇസ്ലാം രാഷ്ട്ര സംവിധാനത്തോട് നീതി പുലർത്തുന്നു. വെളുത്തവരെ മനുഷ്യരായി ഗണിക്കാത്ത കറുത്തവരും കറുത്തവരെ കൊന്നൊടുക്കണമെന്ന് വാശി പിടിക്കുന്ന വെളുത്തവരും ഞങ്ങൾ ഉയർന്ന ജാതിക്കാരാണെന്ന വിഡ്ഢി സ്വപ്നത്തിൽ ജീവിക്കുന്ന ഭാരതത്തിലെ ബ്രാഹ്മണരും സർബ് മേധാവിത്വമാണ് വേണ്ടതെന്ന് വാദിക്കുന്ന യുഗോസ്ലാവിയയിലെ സർബുകളും ആര്യ മേധാവിത്വമാണ് വേണ്ടതെന്ന് വാദിക്കുന്ന ജർമ്മനിയിലെ നാസികളുമെല്ലാം മനുഷ്യ സമൂഹത്തോട് അനീതി പ്രവർത്തിക്കുന്നു. എന്നാൽ യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വഉൻസാ വജഅൽനാകും ശുഉബൻ വഖബായില ലിതഅറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും, അല്ലയോ മനുഷ്യരെ, നിങ്ങളെ ഒരു പുരുഷനിൽ നിന്നും സ്ത്രീയിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു, വർഗങ്ങളും ഗോത്രങ്ങളും ആക്കിയിരിക്കുന്നത് പരസ്പരം തിരിച്ചറിയുന്നതിന് വേണ്ടി മാത്രമെന്ന വിശുദ്ധ ഖുർആനിലെ
49-ാം അധ്യായത്തിലെ 13-ാം വചനത്തിലൂടെ ഇസ്ലാം മനുഷ്യവർഗത്തോട് നീതി പുലർത്തുന്നു. ബന്ധത്തിന്റെ പേരിൽ സ്വന്തം ബന്ധുവിനോടും വർഗത്തിന്റെ പേരിൽ സ്വന്തം വർഗത്തോടും നീതി പക്ഷപാതം കാണിക്കുന്നവരും, ധനത്തിന്റെ പേരിൽ ധനികനും ദാരിദ്ര്യത്തിന്റെ പേരിൽ ദരിദ്രനും നീതി നിഷേധിക്കുന്നവരും നീതിന്യായ വ്യവസ്ഥയോടെ നീതി പ്രവർത്തിക്കുന്നു. എന്നാൽ യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ ഖവ്വാമീന ബിൽ ഖിസ്തി ശുഹദാഅ ലില്ലാഹ് വലൗ അലാ അൻഫുസികും വബിൽ വാലിദൈനി വൽ അഖ്റബീൻ ഇൻ യകുൻ ഗനിയ്യൻ ഔ ഫഖീറൻ ഫല്ലാഹു അവ്ലാ ബിഹിമാ ഫലാ തതബിൽ ഹവാ അൻ തഅദിലു. അല്ലയോ സത്യവിശ്വാസികളെ, അല്ലാഹുവിന് സാക്ഷികൾ എന്ന നിലയിൽ നിങ്ങൾ നീതി ചെയ്യുക. അത് നിങ്ങൾക്കെതിരായാലും മാതാപിതാക്കൾക്കെതിരായാലും ധനികനായാലും ദരിദ്രനായാലും നീതി ചെയ്യണമെന്ന വിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായത്തിലെ 135-ാം വചനത്തിലൂടെ ഇസ്ലാം നീതിന്യായ വ്യവസ്ഥയോട് നീതി പുലർത്തുകയാണ് ചെയ്യുന്നത്. സർവദോഷങ്ങളോടുകൂടിയാണ് സ്ത്രീകൾ പിറക്കുന്നതെന്നും പെൺകുഞ്ഞിന് മാത്രം ജന്മം നൽകുന്ന മാതാവിന് ഉപേക്ഷിക്കാമെന്നും സ്ത്രീകൾക്ക് അനന്തരാവകാശ സ്വത്തിന് അർഹതയില്ല എന്നും പെൺകുട്ടിയായാലും യുവതിയായാലും വൃദ്ധയായാലും വീട്ടിലെ ചെറിയ കാര്യങ്ങൾ പോലും ചെയ്യുവാൻ അവർക്ക് അവകാശമില്ലെന്നും ഭർത്താവ് സദാചാര ശൂന്യനും അധർമ്മത്തിൽ മുഴുകി ജീവിക്കുന്നവനാണെങ്കിലും ദൈവത്തെ പോലെ കരുതണമെന്നും ഭർത്താവ് മരിച്ച ഭാര്യ ശിരസ് മുണ്ടനം ചെയ്ത് വെളുത്ത വസ്ത്രം ധരിച്ച് ഒരു നേരത്തെ ആഹാരം മാത്രം കഴിച്ച് നരകതുല്യമായി ജീവിക്കണമെന്നും എന്നാൽ ഭാര്യ മരിച്ച ഭർത്താവിന് ചിതക്ക് തീ കൊളുത്തി ഉടനെ തന്നെ വിവാഹം കഴിക്കാമെന്നുമെല്ലാം ഉത്ബോധിപ്പിക്കുന്ന ദർശനം സ്ത്രീകളോട് അനീതി പ്രവർത്തിക്കുന്നു. വിലക്കപ്പെട്ട കനി സ്വയം ഭക്ഷിക്കുകയും തന്റെ ഇണയെ കൊണ്ട് ഭക്ഷിപ്പിക്കുകയും ചെയ്തവളാണ് സ്ത്രീ എന്നും മനുഷ്യ സമൂഹത്തിലേക്ക് പാപം കടന്നു വരുവാൻ കാരണക്കാരിയായവളാണെന്നും പാപത്തിന്റെ കവാടങ്ങൾ തുറന്നു കൊടുത്തുകൊണ്ട് ദൈവപുത്രൻ എന്ന് പറയപ്പെടുന്ന യേശുവിന്റെ ക്രൂശീകരണത്തിന് കാരണക്കാരിയായവളാണെന്നും ദൈവശാപത്തിനും കോപത്തിനും പാത്രമായവളാണെന്നും അതുകൊണ്ട് വേദനയോടെ സന്താനങ്ങളെ പ്രസവിക്കണമെന്നും അവളുടെ ആഗ്രഹം പുരുഷന്റേതാകുമെന്നും പുരുഷൻ അവളെ ഭരിക്കുമെന്നും ആൺകുട്ടിയുണ്ട് എങ്കിൽ പെൺകുട്ടിക്ക് സ്വത്തിൽ അവകാശമില്ല എന്നും അനന്തരാവകാശ സ്വത്തിന് അർഹതയില്ല എന്നും വിവാഹമോചനത്തിന് സ്വാതന്ത്ര്യമില്ല എന്നും സ്ത്രീകളെ വിവാഹം കഴിക്കാതിരിക്കലാണ് ഉത്തമമെന്നുമെല്ലാം ഉത്ബോധിപ്പിക്കുന്ന മതഗ്രന്ഥവും സ്ത്രീകളോട് അനീതി പ്രവർത്തിക്കുന്നു. എന്നാൽ ഒരേ ആത്മാവിൽ നിന്നാണ് പുരുഷനും സ്ത്രീയും സൃഷ്ടിക്കപ്പെട്ടതെന്ന് വിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായത്തിലെ 1-ാം വചനത്തിലൂടെയും സന്താനങ്ങളുടെ പേരിൽ മാതാക്കൾ ദ്രോഹിക്കപ്പെടരുത് എന്ന് 2-ാം അധ്യായത്തിൽ 233-ാം വചനത്തിലൂടെയും പെൺകുഞ്ഞിന്റെ ജന്മം സന്തോഷ വാർത്തയാണെന്ന് 16-ാം അധ്യായത്തിലെ 58-ാം വചനത്തിലൂടെയും ദാരിദ്ര്യത്തെ ഭയന്ന് നിങ്ങൾ സന്താനങ്ങളെ വധിക്കരുത് എന്ന് 17-ാം അധ്യായത്തിലെ 31-ാം വചനത്തിലൂടെയും അങ്ങനെ വധിക്കുന്ന മാതാപിതാക്കൾക്ക് കഠിനമായ ശിക്ഷയുണ്ടെന്ന് 81-ാം അധ്യായത്തിലെ 8-ഉം 9-ഉം വചനങ്ങളിലൂടെയും തൊഴിലെടുക്കുവാനും തൊഴിലിലൂടെ സമ്പാദിച്ച സമ്പാദ്യം സ്വതന്ത്രമായി കൈകാര്യം ചെയ്യുവാൻ സ്ത്രീകൾക്ക് അവകാശമുണ്ട് എന്ന് 4-ാം അധ്യായത്തിലെ 32-ാം വചനത്തിലൂടെയും സ്ത്രീകളെ അനന്തര സ്വത്തായി ബലാത്കാരമായി എടുക്കരുത് എന്ന് 4-ാം അധ്യായത്തിലെ 19-ാം വചനത്തിലൂടെയും വിവാഹ സമയത്ത് വിവാഹമൂല്യം പുരുഷൻ സ്ത്രീക്കാണ് നൽകേണ്ടതെന്ന് 4-ാം അധ്യായത്തിലെ 4-ാം വചനത്തിലൂടെയും ഭാര്യ എന്ന നിലയിൽ ഉത്തരവാദിത്തങ്ങളോടൊപ്പം അവകാശങ്ങളുണ്ട് എന്ന് 2-ാം അധ്യായത്തിൽ 228-ാം വചനത്തിലൂടെയും വിവാഹമോചനത്തിന് സ്ത്രീകൾക്ക് അവകാശമുണ്ട് എന്ന് 2-ാം അധ്യായത്തിൽ 228-ാം വചനത്തിലൂടെയും ജീവനാംശത്തിന് സ്ത്രീകൾക്ക് അവകാശമുണ്ട് എന്ന് 2-ാം അധ്യായത്തിൽ 241-ാം വചനത്തിലൂടെയും മാതാവ് എന്ന നിലയിൽ പിതാവിനേക്കാൾ ഉന്നതമായ സ്ഥാനമാണ് സ്ത്രീകൾക്കുള്ളത് എന്ന് ഒരുപാട് വചനങ്ങളിലൂടെയും മരണാനന്തരം അല്ലാഹുവിൽ നിന്ന് പ്രതിഫലം സ്ത്രീകൾക്കുണ്ട് എന്ന് 16-ാം അധ്യായത്തിലെ 97-ാം വചനത്തിലൂടെയും ഉത്ബോധിപ്പിക്കുക വഴി ഇസ്ലാം സ്ത്രീകളോട് നീതി പുലർത്തുകയാണ് ചെയ്യുന്നത്.